ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ പോപ്പുലർ ആയിട്ട് നിൽക്കുന്ന സാധനമാണ് റോസ്മേരി എസൻഷ്യൽ ഓയിൽ വരുന്നുണ്ട്, റോസ്മേരി സ്പ്രേ വരുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ റോസ്മേരി ഹോം മെയ്ഡ് ആയിട്ട് റോസ്മേരി വാട്ടർ പോലെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു 3 കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് എന്റെ ഒരു റിസൾട്ട് ആണ്. അതുപോലെ എനിക്കൊന്ന് മനസ്സിലായ കുറച്ച് കാര്യങ്ങളോട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫ്രിസി കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഹെയർ ഉപയോഗിക്കുമ്പോൾ ഇതിലൊന്നും കുറച്ച് ശ്രദ്ധിക്കാനുണ്ട്, അതും കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് മുതൽ അവസാനം വരെ കാണാൻ നോക്കുക. ഓരോന്നും സെപ്പറേറ്റ് തന്നെയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതിന് മുന്നേ നമ്മൾ ഈ ചാനലിലേക്ക് എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു വെൽക്കം ഫാമിലി. നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം. ഈ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് പല പ്രൊഡക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. റോസ്മേരി എസൻഷ്യൽ ഓയിൽ വന്നിട്ടുണ്ട്, അതുപോലെ വാട്ടർ വന്നിട്ടുണ്ട്, സ്പ്രേ വന്നിട്ടുണ്ട്. അങ്ങനെ പല രീതിയിൽ ഈ റോസ്മേരി ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവും. അതിൽ ഞാൻ ഈ 3ഉം ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പൊ എനിക്ക് 3ലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനുപോലെ നല്ല റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അത് എങ്ങനെയാന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. പ്രത്യേകിച്ച് ഈ ഒരു ഡ്രൈയും ഫ്രിസി ആയിട്ടുള്ള ഹെയറിൽ ഇതിൽ ചെറിയൊരു പ്രശ്നം തരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്ന ആളുകളാണെങ്കിൽ അതൊന്ന് കേട്ടിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം നിങ്ങൾക്ക് വല്ലാണ്ട് നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ഒരു കാര്യം പറയാം, എല്ലാ ഹെയറിനും ഇത് ഒരുപോലെയല്ല എഫക്ട് ചെയ്യുക. എല്ലാ സ്കാൽപ്പും ഇത് ഒരുപോലെ എടുക്കണം എന്നില്ല. നമ്മൾ സ്പ്രേ ബോട്ടിൽ ചിലപ്പോൾ എനിക്ക് പറ്റുന്ന പോലെ ആയിരിക്കില്ല നിങ്ങൾക്ക് പറ്റുന്നുണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് അത് പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് പോകരുത്. അപ്പൊ ഞാൻ ഉപയോഗിച്ച 3 കാര്യങ്ങളാണ് കേട്ടോ. ഇത് റോസ്മേരിന്റെ സ്പ്രേ ഭയങ്കര പോപ്പുലർ ആയിട്ടാണ്. ഞാൻ പ്രത്യേകിച്ച് ഇതിന് വർണ്ണിക്കേണ്ട ആവശ്യമില്ല. കുറെ ആൾക്കാർ ഉപയോഗിച്ചാണ് ഭയങ്കര ആഡ് വന്നത്. ഇൻസ്റ്റയും ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ ആയിട്ട് ഒരുപാട് ആഡ് വന്ന റൈറ്റാണ് ഈ ഒരു സ്പ്രേ വരുന്നത്. അപ്പൊ ഇത് ഉപയോഗിച്ചപ്പോൾ എന്റെ റിസൾട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ ഇത് നൈറ്റ് കെയർ ആയിട്ടാണ് ഇത് യൂസ് ചെയ്തത്. നൈറ്റ് കെയർ ആയിട്ട് യൂസ് ചെയ്തത് എനിക്ക് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുമ്പോൾ മുടി കൊഴിച്ചില് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് എന്തായെന്ന് വെച്ചാൽ എന്റെ മുടി കുറച്ച് നമ്മൾ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് ഡ്രൈ ആവുന്ന പോലെ. ഓൾറെഡി ഡ്രൈ ആണ് മുടി. സ്കാൽപ്പ് എന്റെ അത്ര ഡ്രൈ അല്ല. ഇവിടേക്ക് ഇങ്ങോട്ടാണ് ഡ്രൈ ആവുന്നത്. ഞാൻ നമ്മളെ ചലഞ്ചിന്റെ വീഡിയോയിലൊക്കെ പറയുന്നുണ്ട് എങ്ങനെ ഡ്രൈ ആവുന്നതിന്റെ പ്രശ്നം എന്തൊക്കെയാണെന്നുള്ള. അപ്പൊ അതിന്റെ ഇടയിൽ കൂടി ഇതും കൂടെ സ്കാൽപ്പിലേക്ക് കൂടെ വന്നപ്പോൾ ഇത് കുറച്ച് എനിക്ക് ഡ്രൈ ആക്കാൻ തുടങ്ങി. അപ്പൊ നമ്മൾ ഈ ഒരു പരസ്യം കൂടുതൽ വരുന്നുണ്ട്. കാര്യമൊക്കെ ശരിയാണ്, ഭയങ്കരമായിട്ട് പരസ്യം അത് ഓരോരുത്തർ ഓരോ സ്കാൽപ്പാണ്. ചിലപ്പോൾ സ്ട്രേറ്റ് ഹെയർ ഓയിലി സ്കാൽപ്പ് ഒക്കെ ആണെങ്കിൽ അവർക്ക് വലിയ ബുദ്ധിമുട്ട് അറിയാം. പക്ഷെ ഒരു ഡ്രൈ ആയിട്ടും ഫ്രിസി ആയിട്ടുള്ള ഹെയർ ആവുമ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കണ്ട. അല്ലാതെ ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണോ നോക്കാം. പക്ഷെ ഒരു മുടി കൊഴിച്ചോ അല്ലെങ്കിൽ ഒരു ഡ്രമാറ്റിക് ആയിട്ട് ഒരു ചേഞ്ച് ഹെയർ ഗ്രോത്ത് ചേഞ്ച് ഒന്നും വന്നില്ല. പക്ഷെ ഒരു 1 മന്തിന്റെ കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബേബി ഹെയർസ് ഒക്കെ ജസ്റ്റ് ഇവിടേക്ക് ബേബി ഹെയർസ് വരുന്നുണ്ട്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ കാര്യം നമ്മുടെ സ്കാൽപ്പ് കുറച്ച് ഡ്രൈ ആക്കുന്നുണ്ട്. നമ്മൾ നൈറ്റ് അപ്ലൈ ചെയ്ത് രാവിലെ എണീക്കുമ്പോഴേക്ക് ആ നൈറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ മസാജ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഡ്രൈനെസ് ഫീൽ ചെയ്യുന്നുണ്ട് ഇത് ഉപയോഗിക്കുമ്പോൾ. അപ്പം ഇതിന്റെ ഒരു കാര്യം വരുന്നത് ഇങ്ങനെയാണ്. പിന്നെ അല്ലാതെ ഞാൻ പറഞ്ഞില്ല മുടി കൊഴിച്ചിലുണ്ടായിട്ടില്ല എനിക്ക്, അല്ലെങ്കിൽ ഭയങ്കര ഒരു ഗ്രോത്ത് കാര്യങ്ങളല്ല വന്നത്. നോർമൽ ആയിട്ട് ഒരു 1 മന്ത് നോർമൽ ആയിട്ട് പിന്നെ ഈ ഒരു ഭാഗത്തുള്ള ബേബി ഹെയർസ് ഒക്കെ വന്നിട്ടുണ്ട്. അതൊന്നും ഇല്ലാന്ന് പറയില്ല. പക്ഷെ ഇതാണ് നമ്മുടെ സ്കാൽപ്പ് കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആക്കാൻ തുടങ്ങും. ഞാൻ ഇവിടേക്ക് അങ്ങനെ ഒരു സ്പ്രേ ചെയ്യലില്ല. ജസ്റ്റ് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യും, മസാജ് ചെയ്യും. ആ രീതിയിലാണ് ഉപയോഗിച്ചത്. പിന്നെ ഇതിനെക്കാട്ടും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഉള്ളത് ഇതാണ്. ഇത് റോസ്മേരി വാട്ടർ ആണ്. നമ്മൾ ലീഫ് വെച്ചിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുമല്ലോ വെള്ളം തിളപ്പിച്ചിട്ട്. അതാണ് ഇത്. എനിക്ക് എന്താ വെച്ചാൽ മറ്റേ ഞാൻ പറഞ്ഞു ഒരു 1 മന്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇതേമാതിരി കുഞ്ഞിതായിട്ട് ബേബി ഹെയർസ് ഒക്കെ വന്നു തുടങ്ങിയത്. ഇത് പക്ഷെ എനിക്കൊരു 2 ആഴ്ചനെ കൊണ്ട് നല്ല റിസൾട്ട് തന്നൊരു സംഭവം കേട്ടോ. നല്ലൊരു ഗ്രോത്തും വച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല തിക്കായിട്ട് വന്നത് എനിക്ക് ഇത് കിട്ടിയപ്പോഴാണ് കേട്ടോ. പിന്നെ നിങ്ങൾ ഇത് ഉണ്ടാക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. ആ രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് കിട്ടും. ഈ പിന്നെ റോസ്മേരിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോസ്മേരി നമ്മുടെ സ്കാൽപ്പ് നല്ല രീതിയിൽ ഡ്രൈ ആക്കും. ആ റോസ്മേരിന്റെ ലീഫും എസൻഷ്യൽ ഓയിൽ വരുമ്പോൾ ഓയിൽ ചേരുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ അല്ലാതെ നമ്മൾ വാട്ടർ ചെയ്യുകയാണെങ്കിലും പാക്ക് ചെയ്തെടുക്കുകയാണെങ്കിലും നല്ല രീതിയിൽ നമ്മളെ ഹെയറും സ്കാൽപ്പും ഡ്രൈ ആക്കുന്ന ഒരു സാധനം തന്നെയാണ്. അപ്പൊ ഞാൻ ഇതിൽ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണിച്ചു തരാം. ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വാട്ടർ ചെയ്യാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ റോസ്മേരിന്റെ വാട്ടർ ഉണ്ടാക്കുക. നല്ലതാണ്. ഇതിന്റെ രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ആഴ്ച കൊണ്ട് നല്ല റിസൾട്ട് കിട്ടും. പിന്നെ നമ്മൾ ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യണം. ആ ഒരു പ്രശ്നം വരുന്നുണ്ട്. നമുക്ക് സ്പ്രേ ഒക്കെ ആണെങ്കിൽ നമുക്ക് പോർട്ടബിൾ ആണ്, നമുക്ക് എല്ലായിടത്തും കൊണ്ടുപോകാം, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു 1 വീക്കിലേക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ രണ്ടാമത് ഉണ്ടാക്കണം. അത് നമ്മൾ ഒരു 1 മന്തിന്റെ അടുത്ത് കിട്ടും, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യണം. അതാണ് പ്രശ്നം. പിന്നെ വരുന്നത് നമുക്ക് 2 ദിവസമൊക്കെ പുറത്ത് വെക്കാം. അല്ലാതെ അത് കഴിഞ്ഞ് നമ്മളത് ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ട് ഉപയോഗിക്കാൻ ചെയ്യേണ്ടത്. പിന്നെ ഒരാഴ്ചയെ കിട്ടുള്ളൂ. അതാണ് എനിക്ക് ഇതിലും അതും തമ്മിലുള്ള ഒരു വ്യത്യാസം വന്നത്. പിന്നെ നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് വരുന്നുണ്ട്. ഹെയറിന്റെ ടെക്സ്ചർ മാറുന്നുണ്ട്. നല്ല തിക്കായി തോന്നുന്നുണ്ട്. അത് നമ്മളൊരു കണ്ട കുറച്ചും കൂടി ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഹെയർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ഇത് ഉപയോഗിക്കുമ്പോൾ. അപ്പൊ ഒരു 2 ആഴ്ച കൂടെ റിസൾട്ട് കിട്ടണമെന്ന് ഇത് നിങ്ങൾ ചെയ്യാം. അപ്പൊ ഈ ഒരു വീഡിയോയുടെ അവസാനത്തേക്ക് ഞാൻ ഇതിന്റെ വീഡിയോ ഞാൻ കാണിച്ചത് അത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. എനിക്ക് ഇനി എസൻഷ്യൽ ഓയിലിന്റെ കാര്യം കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട്. അത് കൂടെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീട് ഉണ്ടാക്കുന്ന കാര്യം ഇതിലൊരു ഇൻഗ്രീഡിയന്റ് കൂടെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് ഉലുവ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. അപ്പം അത് നിങ്ങൾ ലാസ്റ്റിൽ നോക്കാം. അപ്പൊ നമ്മൾ ഈ എസൻഷ്യൽ ഓയിലിന്റെ കാര്യം കൂടെ പറഞ്ഞിട്ട് നമ്മൾ റോസ്മേരി വാട്ടർ ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് രീതിയിലാണ് ഇത് വീട്ടിൽ ഉണ്ടാക്കേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവും. ആ രീതിയിൽ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ നൈറ്റ് അപ്ലൈ ചെയ്തോളൂ. ഡേ ടൈമിൽ അപ്ലൈ ചെയ്യുന്നത് നൈറ്റ് അപ്ലൈ ചെയ്യുക, മസാജ് ചെയ്യുക. ജസ്റ്റ് വീട്ടിൽ രാവിലത്തെ ആകുമ്പോൾ ഡ്രൈനസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്ക് 2 ആഴ്ച കൊണ്ട് നല്ല റിസൾട്ട് കിട്ടും. എനിക്ക് നല്ല റിസൾട്ട് കിട്ടുക. അത് ഡ്രൈ ഫ്രിസി ഹെയർ ആണ്. അങ്ങനെയൊന്നും സ്കാൽപ്പ് ഇതിനോട് അങ്ങനെ സെറ്റ് ആവുന്നതല്ല. പക്ഷെ എനിക്കിത് ഓക്കെ ആയിരുന്നു കേട്ടോ.
ഇനി വരുന്നത് എസെൻഷ്യൽ ഓയിൽ ആണ്. ഇത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഈ ഒരു എസെൻഷ്യൽ ഓയിൽ ഇത് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ് ഈ എസെൻഷ്യൽ ഓയിൽ വരുന്നത്. അപ്പം ഇത് ഉപയോഗിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നിങ്ങൾ ഓയിൽ ഉപയോഗിക്കുക, ഇത് ഡയറക്റ്റ് ഉപയോഗിക്കരുത്. ഡയറക്റ്റ് അതായത് ഒരു കരിയർ ഓയിൽ പോലെ തന്നെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്. ഇതെന്ന് വെച്ചാൽ ഉപയോഗിക്കുമ്പോൾ 2-3 ഡ്രോപ്സ്. എനിക്കിത് ഉപയോഗിച്ചുണ്ടായ കാര്യം വെച്ചാൽ എനിക്ക് നല്ല രീതിയിൽ നീരിറക്കം വന്ന്, പിന്നെ എനിക്കൊരു എരിച്ചിലൊക്കെ വന്നു. എനിക്ക് ഈ ഒരു നമ്മളെ നെക്കും നമ്മളിപ്പോൾ എന്തെങ്കിലും ഹെയറിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നീരിറങ്ങുമ്പോൾ നമുക്ക് ഇങ്ങനെ അറിയില്ല, ഇങ്ങനെ നീരിറങ്ങുന്ന പോലെ ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങി വരുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര പുകച്ചിൽ എരിച്ചിലൊക്കെ പോലെ തോന്നി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ. എനിക്കിത് അപ്ലൈ ചെയ്യുമ്പോൾ ജസ്റ്റ് കണ്ണൊക്കെ ഒരു നമ്മൾ ചെറിയുള്ളിയൊക്കെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാവില്ല ഒരു കണ്ണൊരു പുകച്ചിൽ, അതേപോലെ എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണേനൊപ്പം ആഡ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് മാക്സിമം 2-3 ഡ്രോപ്സ്. ഞാൻ മുന്നത്തെ വീഡിയോ ഇതിന്റെ ഒരു മെഷർമെന്റ് അടക്കം പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. 2-3 ഡ്രോപ്സ്, അതിൽ കൂടുതൽ ഇതൊരിക്കലും ഒരാളും ഉപയോഗിക്കരുത്. കൂടുതൽ ഉപയോഗിക്കുന്നത് നല്ലതല്ല. ഇത് എസെൻഷ്യൽ ഓയിൽ ആണ്, അതുകൊണ്ട് തന്നെ അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. അതേപോലെ നിങ്ങൾ ഹോട്ട് ഓയിൽ മസാജ് ഒക്കെ ചെയ്യുന്ന ആളുകളാണ്, അതിലാണ് നിങ്ങൾക്ക് ഈ ഒരു എസെൻഷ്യൽ ഓയിൽ ഉപയോഗിക്കുന്നത്. നിങ്ങൾ എന്താ വെച്ചിട്ട് ആദ്യം അത് ഡബിൾ ബോയിൽ ചെയ്യുക, ആ ഓയിൽ മാത്രമായി ഡബിൾ ബോയിൽ. അതിനുശേഷം അത് നമ്മൾ സ്റ്റവ് ഒക്കെ ഓഫാക്കി ഇറക്കിയതിന് ശേഷം വേണം ഇതിനൊരു 2-3 ഡ്രോപ്സ് അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്യുക, നല്ല രീതിയിൽ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക. ഈ എസെൻഷ്യൽ ഓയിൽ ഉപയോഗിക്കുമ്പോൾ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം മാത്രം ഉപയോഗിച്ചാൽ മതി. റെഗുലർ ആയിട്ട് ഉപയോഗിക്കുന്നത് നല്ലതല്ല. അപ്പം ഈ ഒരു കാര്യം ഇതിൽ ശ്രദ്ധിക്കാം. പിന്നെ എല്ലാവർക്കും ഒരേപോലെ ആവണമെന്നില്ല, പക്ഷെ എന്റെ സ്കാൽപ്പിൽ ഈ ഒരു രീതിയിൽ എനിക്ക് ഭയങ്കര ഡിജിറ്റൽ വോയിസിലൊക്കെ ഇരുന്ന് അതിനുശേഷം ഞാൻ വെച്ചാൽ നമ്മൾ എന്താണ് ഓയിൽ അപ്ലൈ ചെയ്യുന്നത് അതിന്റെ കൂടെ ആഡ് ചെയ്യുക. പിന്നെ ഇതിന്റെ ഒരു കാര്യം വെച്ചാൽ എനിക്ക് ഹെയർ ഗ്രോത്തിന് വിഷയമൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് നല്ല രീതിയിൽ തന്നെ റിസൾട്ട് വന്നിട്ടുണ്ട്. നമ്മളെന്താ വെച്ചാൽ പണ്ടത്തെ പോലെ അത് ചകിരി മുടിന്ന് മാറി കിട്ടിയതാണ് എനിക്കിത്. ഉപയോഗിക്കാത്ത ആളുകളാണെങ്കിൽ എന്തായാലും ഉപയോഗിക്കാൻ പറ്റിയാണ്. അപ്പൊ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ അത് ഉപയോഗിക്കാൻ നോക്കുക. ഇതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഗ്ലാസ്, ഒരു വലിയ ഗ്ലാസ് ഇല്ലേ നമ്മൾ ജ്യൂസ് ഗ്ലാസ് ഒക്കെ പോലത്തെ അങ്ങനത്തെ ഗ്ലാസ്സിൽ ഞാനൊരു വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 2 ഗ്ലാസ് ഉണ്ടാവും കേട്ടോ. എന്നിട്ട് നമ്മൾ റോസ്മേരിൻ്റെ ലീഫ് ഇതിപ്പോൾ 2 സ്പൂണിൻ്റെ അടുത്തുണ്ട്. എന്നിട്ട് ആഡ് ചെയ്തതിനു ശേഷം നമ്മൾ തിളപ്പിക്കുമ്പോൾ നിങ്ങൾ എന്താ വെച്ചാൽ നമ്മളിപ്പം 1 ഗ്ലാസ് വെള്ളമല്ലേ, അതൊരു 1.5 ഗ്ലാസിൻ്റെ അളവിലേക്ക് കുറുകി വരുന്ന ലെവലിലേക്ക് ആക്കിയിട്ട് തിളപ്പിക്കണം. നിങ്ങളിപ്പോൾ 2 ഗ്ലാസ്സാണ് എടുക്കുന്നതെങ്കിൽ അതൊരു 1.5 ആവുന്ന വരെ അത് നല്ല രീതിയിൽ ഇളച്ചെടുക്കുക. അപ്പോൾ ഒരു കളർ ചേഞ്ച് വരും. എന്നിട്ട് ഇതേപോലെ ഒരു തുണി വെച്ചിട്ടോ നിങ്ങൾ അരിപ്പ വെച്ചിട്ടോ എന്തെങ്കിലും അരിച്ചെടുക്കുക. നമ്മൾ ഈ തുണി വെക്കുമ്പോൾ വെച്ചാൽ നമുക്ക് അത്യാവശ്യം ഒന്ന് പിഴിഞ്ഞെടുക്കാനും കൂടെ കിട്ടും. അപ്പം മൊത്തം നമുക്ക് അങ്ങനെ കറക്റ്റായിട്ട് കിട്ടും. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ആഡ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വിറ്റാമിൻ ഇയുടെ ക്യാപ്സ്യൂളില്ലേ അതെടുത്തിട്ട് പൊട്ടിച്ച് ഇതിലേക്ക് ആഡ് ചെയ്യുക. അപ്പം അങ്ങനെ വരുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് റോസ്മേരി പൊതുവേ ഭയങ്കര ഡ്രൈനെസ് തരുന്നതാണ് സ്കാൽപ്പിന്. നമുക്ക് ഡ്രൈനെസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന കാര്യമാണ് കേട്ടോ വിറ്റാമിൻ ഇൻ്റെ ക്യാപ്സ്യൂൾ. ഇത് നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യണം. 1 വീക്ക് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പുതിയതായിട്ട് ഉണ്ടാക്കിയെടുക്കുക. ഒരു പുറത്തൊരു 2 ദിവസമൊക്കെ വെക്കുന്നതിനെ കൊണ്ട് ഒരു കുഴപ്പമില്ല. നമ്മുടെ ഈ വീഡിയോയിൽ എസെൻഷ്യൽ ഓയിലിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ഈ ഒരു സ്പ്രേനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റോസ്മേരി ലീഫ് വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഹെയറിന്റെ ആ വാട്ടിനെ പറ്റി പറഞ്ഞു. അപ്പൊ ഈ 3 കാര്യങ്ങളും എല്ലാവർക്കും ഒരേപോലെയല്ല. എനിക്കുണ്ടായ റിസൾട്ടാണ്. എന്റെ ഹെയറിന്റെ ടെക്സ്ചർ കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. അപ്പൊ നിങ്ങളെ ഹെയറിലും ഇത് ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്ന ആളുകളാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഉപയോഗിക്കാം. പിന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് കുറച്ചും കൂടി നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയ കാര്യങ്ങളാണ് കുറച്ചും കൂടി നല്ല റിസൾട്ട് കിട്ടിയത്. അതായത് എനിക്കൊരു നമ്മളെന്താ വെച്ചാൽ പെട്ടെന്ന് റിസൾട്ട് ആണോ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടാവുക. അപ്പോൾ ഒരു 1 മന്തും 2 മന്തൊക്കെ എടുത്ത് റിസൾട്ട് കിട്ടും, അത് കുഴപ്പമില്ല. എനിക്ക് കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടണം, അതിനോടായിരുന്നു ഞാൻ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് സ്കാൽപ്പ് ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല ഈ ഒരു സ്പ്രേ രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. നിങ്ങൾക്ക് ബാക്കി വാങ്ങിച്ച് ഉപയോഗിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ഞാൻ എൻ്റെ റിസൾട്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി വരും. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.